നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ അർജുൻ കാണാതായിട്ട് 20 ദിവസത്തിനപ്പുറം അടുക്കുന്നു. ഒരു കുടുംബത്തിലെ അത്താണിയായിരുന്ന അർജുൻ കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിനിടയിൽ അദ്ദേഹം ഇപ്പോഴും കാണാമറയത്താണ്. ഒരു അപകടം നടന്നാൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ മലയാളികൾ അവിടെ തെറ്റായ നിർദ്ദേശം കേട്ട് ഭരണകൂടം പ്രവർത്തിച്ചതും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് മലയാളികളുടെ വാക്ക് കേട്ടതിന്റെ ഒരു പ്രശ്നമാണ് അർജുനെ തേടി ഇത്രയും ദിവസം രക്ഷാദൗത്യം നീണ്ടത്. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ ഉൾപ്പെടെ കർണാടകയിൽ വലിയ രീതിയിൽ ആദ്യമേ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അർജുനെയും ലോറിയും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടെത്താമായിരുന്നു. അവിടെ നിരുത്സാഹപരമായ ഒരു സമീപനം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാർ കാണിച്ച ഉത്സാഹം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇല്ലായിരുന്നു. ഒരു ഏകോപനവും ഇല്ലായിരുന്നു. ഒരു മന്ത്രി പോലും കർണാടകയിൽ എത്തിയില്ല. അവിടെ വോട്ടുകൾ കിട്ടില്ല എന്നത് കൊണ്ടാണോ എന്നതൊരു സംശയമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുതൽ തടസ്സമായി നിന്നിരുന്നത് പ്രബുദ്ധരായ മലയാളികളെന്ന് കുറച്ചു പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരാണ് ആദ്യമേ പ്രശ്നം സൃഷ്ടിച്ചത്. കർണാടക റവന്യൂ വകുപ്പ് ഉൾപ്പെടെ അവർ പറഞ്ഞത് ലോറി പുഴയിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അവർ പറഞ്ഞു ഇല്ല, ലോറി ഉടമസ്ഥൻ ഉൾപ്പെടെ പറഞ്ഞത് ലോറി മണ്ണിനടിയിലാണ് എന്നാണ്. അതാണ് ഇത്രയും ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സം തന്നെ സൃഷ്ടിച്ചത്. ആ ഒറ്റ വാശിയിൽ നിന്നതാണ് ഇത്രയേറെ പ്രശ്നമുണ്ടാവാനും രക്ഷാപ്രവർത്തനം നീളാനും കാരണം. അവസാനം സർക്കാരിന്റെ കയ്യിൽ കാര്യം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വലിയ തോതിൽ അർജുന്റെ വീട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധവുമായും നാട്ടുകാർ ഉൾപ്പെടെ പ്രതിഷേധവുമായും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധത്തിന്റെ അലയടിച്ചപ്പോഴാണ് കർണാടക സർക്കാർ പട്ടാളത്തെ വിളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത്. അതിനു മുന്നേ സുരേഷ് ഗോപി ഇടപെടുകയും കേന്ദ്ര സർക്കാർ പട്ടാളത്തെ കർണാടകയിലേക്ക് അയക്കുകയും ചെയ്യുകയുണ്ടായി. അവസാനം പട്ടാളം എത്തുകയും മേഖല മുഴുവൻ ആർമിയുടെ കൺട്രോളിൽ ബാരിക്കേഡൊക്കെ വെച്ച് തടഞ്ഞതിനു ശേഷമാണ് തിരച്ചിൽ തുടങ്ങിയത്. കൂടാതെ ചില മാധ്യമ സ്ഥാപനങ്ങൾ റേറ്റിംഗ് മാത്രം ലക്ഷ്യമിട്ട് ഷിരൂരിൽ എത്തുകയും രക്ഷാപ്രവർത്തനത്തിന് അവർ വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ എസ്.പിക്ക് ശക്തമായ നടപടിയെടുക്കേണ്ടി വന്നു. തുടർന്ന് സുരേഷ് ഗോപി ഇടപെടലിൽ ISRO ഉൾപ്പെടെയുള്ള ശാസ്ത്ര മേഖലയുടെ സാങ്കേതിക സഹായത്തോടെ റഡാർ സംവിധാനത്തിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സഹായിച്ചത് വളരെ മികച്ചൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നദിയിൽ ലോറി എവിടെ ലൊക്കേറ്റ് ചെയ്തു എന്നതടക്കം പട്ടാളത്തിനും എയർഫോഴ്സിനും കണ്ടുപിടിക്കാൻ സാധിച്ചത് വലിയൊരു പ്രതീക്ഷ നൽകുന്നു. ഇന്ന് തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ്. അർജുനെയും ലോറിയെയും ഇന്ന് തന്നെ കണ്ടെത്തട്ടെ എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.